വടംവലി മക്കളെടാ ഒന്ന് സ്ട്രൈറ്റ് ആയിരുന്നോ? എടാ അമ്മോനെടാ വയർ നോക്കിക്കോ. ഓക്കെ, കുറച്ചുകൂടെ അടുത്തോട്ട് പിടിച്ചോ. നീ സെയിം ആണോ? സെയിം, ഏകദേശം സെയിം ആണ്. ഓക്കെ, ഞാൻ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് വലിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ 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 ഓക്കെ, മതി 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 മതി. ലൈഫിൽ എന്ന് പറയുന്നത് ഒരുപാട് മത്സരങ്ങൾ വരും. ചിലർ തോൽക്കും, ചിലർ ജയിക്കും. തോൽവി എന്ന് പറയുന്നത് അവസാനമാണോ? അല്ല. നമ്മൾ തോറ്റു പോകുന്നത് ഒരിക്കലും അതൊരു അവസാനമായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പക്ഷേ ഇപ്പോ വിന്നർ ആയിട്ടുള്ള മോന്റെ പേര് സിദ്ധാർത്ഥ. നിങ്ങളൊരു യുവാവ് ഒരു ടീനേജിന്റെ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോഴേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടില് നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും പങ്കുവയ്ക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളൊക്കെ നല്ല പിള്ളേരാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളെ അച്ഛനും അമ്മയോടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയും, ഒരാ ഇഷ്ടമുള്ള ഏതെങ്കിലും റോപ്പ് ടച്ച് ചെയ്തോ? ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്തോ? ഇയാളൊന്ന് ടച്ച് ചെയ്തോ? ടച്ച് ചെയ്തു. ഓക്കെ, ഞാൻ ഇതിനെ ലോക്ക് ചെയ്തു, ഇതിനെയും ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ മുതിർന്ന് വരുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇമാതിരി പണികളൊന്നും കാണിക്കരുത്. ജീവിതത്തിലെ എല്ലാതരം അനുഭവങ്ങൾക്കും നമ്മൾ വിധേയരാകുക. നമ്മുടെ ആത്മഹത്യ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ മുതിർന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്ത്, ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും പ്രീഷ്യസ് ആണ്, ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അവകാശം നമുക്കില്ല. എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മൾ അതിനെ സർവേ ചെയ്ത് നമ്മൾ അതിൽ വിജയിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടുപേരും ഒന്ന് പിടിച്ചോ. നാളെ പത്രത്തിൽ പേര് വരും. ആരെ? ഓക്കെ, ശരി. അസിൽക്കും കയറുക. നിങ്ങളെ ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം വലിക്കുക. ഓക്കെ, വലിച്ചോ. ഇപ്പോഴല്ല, റെഡി 1 2 3 സ്റ്റാർട്ട്. വലിച്ചോ. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള ജോലിയുടെ പ്രശ്നങ്ങളൊന്നും ചെന്നപ്പെടരുത്. നമുക്ക് എല്ലാത്തിനും സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനെല്ലാം സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇത്ര നേരം ഞാൻ നിങ്ങളോട് ചെലവഴിച്ചു.